കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് തദ്ദേശ കപ്പൽ നിർമ്മാണ മികവിന്റെ മികച്ച ഉദാഹരണമായി 3 ആധുനിക യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പ്രാപ്തിക്കുള്ള വലിയൊരു ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്ന ഈ കൈമാറ്റം ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ചയും സാങ്കേതിക മുന്നേറ്റവും വ്യക്തമാക്കുന്നു. ഡൂണഗിരി, സംശോധക്, ആഗ്ര എന്നീ കപ്പലുകളാണ് ഈ ഘട്ടത്തിൽ നാവികസേനയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയത്. GRSE-യുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കമാൻഡോ റിട്ടയർഡ് PR ഹരി ഈ കപ്പലുകൾ നാവികസേനയ്ക്ക് കൈമാറി. ഈ ചടങ്ങ് ഇന്ത്യൻ നാവികസേനയുടെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ ഒരു നാഴികക്കല്ലായി മാറി. ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് GRSE-ക്ക് ലഭിച്ച 118 യുദ്ധക്കപ്പലുകളുടെ കരാറിൽ ഇതുവരെ 80 കപ്പലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ആഭ്യന്തര കമ്പനികളുടെ ശക്തമായ പങ്കാളിത്തം വ്യക്തമാക്കുന്നു. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ വിജയകരമായി നടപ്പിലാക്കലിന്റെ ഭാഗമായി ഇത്തരം പദ്ധതികൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്ത വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഡൂണഗിരി പ്രോജക്ട് 70A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച രണ്ടാമത്തെ അഡ്വാൻസ് ഗൈഡഡ് മിസൈൽ ഫ്രീഗേറ്റ് ആണ്. ആധുനിക യുദ്ധ സാഹചര്യത്തിൽ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഈ കപ്പൽ സാങ്കേതിക വിദ്യയിൽ നിലവാരം പുലർത്തുന്നു. 149 മീറ്റർ നീളവും ഏകദേശം 6670 ടൺ ഖേദുഭാരവുമുള്ള ഈ യുദ്ധക്കപ്പൽ സമുദ്രത്തിൽ ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡൂണഗിരിയിൽ അത്യാധുനികമായ ആയുധ സംവിധാനങ്ങളുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളും സംയോജിപ്പിച്ചിരിക്കുന്നു. അതിൽ മിസൈൽ ഉൾപ്പെടുന്ന കപ്പൽ വേദവും ലാൻഡിംഗ് അറ്റാക്ക് ക്രൂസ് മിസൈലുകളും പ്രധാന ആകർഷങ്ങളാണ്. കൂടാതെ അഡ്വാൻസ് മിസൈൽ സിസ്റ്റം, AESA റഡാർ സംവിധാനങ്ങൾ, സംയോജിത കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയും ഈ കപ്പലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സവിശേഷതകൾ കപ്പലിനെ സമുദ്രയുദ്ധത്തിൽ അത്യന്തം ശക്തമായതും വിശ്വസനീയമായതുമാക്കുന്നു. സംശോധക് എന്ന കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ്. സമുദ്രത്തിന്റെ ആഴം, തീരപ്രദേശങ്ങൾ, തുറമുഖ പ്രവേശന കവാടങ്ങൾ, കപ്പൽ ചാലുകൾ എന്നിവയുടെ വിശദമായ പഠനം നടത്തുന്നതിനായി ഇത് ഉപയോഗിക്കാം. സമുദ്ര അതിർത്തി സുരക്ഷയ്ക്കും നാവിഗേഷൻ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ തരത്തിലുള്ള സർവേകൾ നിർണായകമാണ്. സംശോധക് ഉൾപ്പെടുന്ന 4 വലിയ സർവേ കപ്പലുകളുടെ പദ്ധതിയുടെ ലക്ഷ്യം തീരപ്രദേശങ്ങളും ആഴക്കടലിലും കൃത്യമായ ഹൈഡ്രോഗ്രാഫിക് ഡേറ്റ ശേഖരിക്കുക എന്നതാണ്. ഈ കപ്പലുകൾക്ക് ഓഷനോഗ്രാഫിക്, ജിയോഗ്രാഫിക്കൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന അത്യാധുനിക ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാത്രമല്ല, സമുദ്ര ഗവേഷണത്തിനും നാവിഗേഷൻ സുരക്ഷയ്ക്കും ഈ വിവരങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ആഗ്ര എന്ന 3ാമത്തെ കപ്പൽ സംബന്ധിച്ച വിശദാംശങ്ങൾ പരിമിതമായിരുന്നുവെങ്കിലും ഇത് ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രപ്രധാന ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 3 കപ്പലുകളും ഒരുമിച്ച് നാവികസേനയുടെ സമഗ്ര ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ സംഭാവന നൽകും. ആന്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് വിഭാഗത്തിൽ GRSE നിർമ്മിക്കുന്ന 8 ഇനങ്ങളിൽ പെട്ടതാണ് ആഗ്ര. ഭാരം കുറഞ്ഞ ടോർപീഡോകളും ആന്റി സബ് മറൈൻ വാർഫെയർ റോക്കറ്റുകളും വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന്റെ 88% ഘട്ടങ്ങളും പ്രാദേശികമായി സമാഹരിച്ചതാണ്. 2.7 മീറ്റർ ആഴമുള്ള ഭാഗത്തും സഞ്ചരിക്കാൻ കഴിയും വിധം രൂപകൽപ്പന ചെയ്ത കപ്പലിൽ 30 mm നേവൽ സർവീസ് ഗണ്ണും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തദ്ദേശ നിർമ്മാണ പദ്ധതികൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ആത്മവിശ്വാസം ഉയർത്തുന്നതിനോടൊപ്പം വിദേശ ആശ്രയത്വം കുറയ്ക്കാനും സഹായിക്കുന്നു. GRSE പോലുള്ള സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ മുൻപന്തിയിലാണ്. ഈ കപ്പലുകളുടെ കൈമാറ്റം ഇന്ത്യൻ നാവികസേനയുടെ ഭാവി ദൗത്യത്തിലേക്ക് ശക്തമായ പിന്തുണ നൽകുന്നതിനോടൊപ്പം സമുദ്ര സുരക്ഷയും ദേശീയ സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. ആധുനിക സാങ്കേതിക വിദ്യയും സ്വദേശീയ നിർമ്മാണശേഷിയും ചേർന്നപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമായ നിലയിലേക്ക് നീങ്ങുകയാണ്. ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സജ്ജീകരണവും മറ്റ് ലഭ്യമായതിനാൽ ദുരന്തവേളയിൽ രക്ഷാപ്രവർത്തനത്തിനും കപ്പൽ ഉപയോഗിക്കാം. അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയായി രൂപമാറ്റം വരുത്താനും കഴിയും വിധമാണ് കപ്പലിന്റെ ഘടന. ഇതുപോലെയുള്ള വികസനങ്ങൾ രാജ്യത്തിന്റെ സമഗ്ര സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ദൃഢമാക്കുകയും ഭാവിയിൽ ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് പുതിയ സാധ്യതകൾ തുറക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.